എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടയുന്നത് ആരാണ്? അതാണ് ഇന്നത്തെ റീഡിങ്. ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവുന്നതൊന്നുമില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പക്ഷേ ഇത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. റെസനേറ്റ് ആകാത്തവർ വിട്ടുകളയുക, ആകുന്നവർ സ്വീകരിക്കുക. ഏതായാലും നമുക്ക് ഫയലിലേക്ക് പോകാം. എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്ത കാർഡുകളാണ്. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയുന്നത് ആരാണ്? അതാണ് നമ്മുടെ ടോപ്പിക്ക്. നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളും ആ വ്യക്തിയും സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒരാൾ മറ്റൊരാളുടെ ദുരിതങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ്. അതുപോലെ സുഖവും ദുഃഖവും ഒരുപോലെ ഷെയർ ചെയ്ത് ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമാണ്. നിങ്ങളവർ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ വ്യക്തിയിൽ ചില ആളുകൾ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ അവർ ഭയപ്പെടുത്തുകയോ ദുസ്വാധീനപ്പെടുത്തുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ അജ്ഞാതമായ മറ്റെന്തോ രീതിയിലൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടയാനായിട്ട് അവർ ശ്രമിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ മാത്രമല്ല, ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നും തടയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ അത് നിർബാധം ചെയ്യാൻ ശ്രമിക്കുന്നു. അവരത് പ്രവർത്തിക്കുന്നു. സ്നേഹത്തോടെ മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും ഒരുമിച്ച് നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കാൾ സ്നേഹം ആ വ്യക്തിക്ക് കൂടുതലുണ്ട്. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ചില ആളുകൾ അനുവദിക്കുന്നില്ല. ആ വ്യക്തി അതിൽ ഒരുപാട് ദുഃഖിക്കപ്പെടുന്നു, ആശയക്കുഴപ്പപ്പെടുന്നു. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടയുന്നവർക്ക് വിജയിക്കാൻ കഴിയില്ല. അവർ പരാജയപ്പെടുകയും ആ വ്യക്തി യഥാർത്ഥ വസ്തുതകൾ അറിയുകയും നിങ്ങളെ തുടർന്നും സ്നേഹിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നിങ്ങൾ ഒരു ഭയവും വേണ്ട. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാനും കഴിയും. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കരിയറിൽ നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ആ മാറ്റങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്ന ശക്തിയാണത്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ അത് കരുതിക്കൊള്ളുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊള്ളുക. നിങ്ങളെ തടയാൻ ഇവർക്കാർക്കും കഴിയില്ല എന്നുള്ള ബോധ്യം നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക. അനവധി പേരുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതിൽ അവർക്ക് അസൂയുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ അവർക്ക് അസൂയുണ്ട്. അവർ അതിനെ തടയാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് തടയാൻ അവർക്ക് അവകാശമില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അതിന് വെപ്രാളം കൂടി, അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധതയില്ലായ്മ പ്രത്യക്ഷത്തിൽ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നതുമാണ്. അടുത്ത കാർഡിലേക്ക് പോകുമ്പോൾ സ്വപ്നം കാണുകയാണ്. നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച്, ഒരുമിച്ച് ഉള്ള നേട്ടങ്ങളെക്കുറിച്ച്. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളുമായിട്ട് കൂടാൻ അനുവദിക്കാത്ത ആളുകളിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആരൊക്കെയാണോ ആ വ്യക്തിയെ തടയുന്നത്, ആരൊക്കെയാണോ അതിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത്, അവരുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമമുണ്ട്. ആ വ്യക്തി ഉടൻ തന്നെ അവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം അവിടെ നിന്നാൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയില്ല. ആ വ്യക്തി അത് കണക്കാക്കിയാണ് നിൽക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്തേക്ക് ഉടനെത്താനാണ്. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വിഷമമുണ്ടാവും. മാത്രമല്ല, അവരുടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അകറ്റാൻ ശ്രമിക്കുന്നവരുടെ ചില വാക്കുകൾ തുടക്കത്തിലെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ അവിശ്വസിക്കേണ്ടി വന്നതിൽ ദുഃഖവും നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അങ്ങനെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ ദുഃഖം ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ അവസ്ഥ അറിയാതെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ വെറുത്തുപോയി ഒരു ഘട്ടത്തിൽ. അതിൻ്റെ ഒരു
കുറ്റബോധവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഒരിക്കലും പിരിക്കരുത്. കാരണം പിരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിയില്ല, ഞങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് അറിയില്ല, ഞങ്ങൾ എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും ഒരാൾ മറ്റൊരാളെ കാണാതെ എത്രത്തോളം കഷ്ടപ്പെടുമെന്നും അതിനെക്കുറിച്ചൊന്നും അവർക്കറിയണ്ട. അവർ അതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരവരുടെ ഭീഷണികളും അവർ നിങ്ങളിൽ എന്താഗ്രഹിക്കുന്നോ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ വ്യക്തി കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇഷ്ടശക്തിയിൽ ആ വ്യക്തി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതേ എന്നുള്ളതും ഒരുമിച്ച് നിർത്തണമേ എന്നുള്ളതും ഒക്കെ. അടുത്ത കാർഡ്, നിങ്ങളുടെ വ്യക്തി കൃത്യമായ ധാരണയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ സ്ഥിരമായ ആ വ്യക്തിയെ പറ്റിക്കാനൊന്നും ഒരു ദുഷ്ടശക്തിക്ക് കഴിയില്ല. അറിവിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും പരിചയത്തിൻ്റെയും അഗാധമായ ഒരു സമവാക്യം തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. ആ വ്യക്തിക്ക് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. ഒരു ചെറിയ ഘട്ടത്തിൽ സംഭവിച്ച തെറ്റിദ്ധാരണ ഒഴിച്ചാൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് പോസിറ്റീവായിട്ടാണ്. എത്രത്തോളം അറിവ് നേടിയപ്പോൾ, കാര്യങ്ങളുടെ നിജസ്ഥിതി കൂടുതൽ മനസ്സിലായപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്നും നിങ്ങളുടെ ഭാഗത്താണ് നീതിയെന്നും സത്യമെന്നും ആ വ്യക്തി തിരിച്ചറിയുന്നു. അത് ആ വ്യക്തി നിങ്ങളെ മുൻപ് സ്നേഹിച്ചതിനേക്കാളും ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നതിനത് കാരണമായി മാറി. കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങളോട് കാണിച്ച ആ ഒരു മോശം പ്രവൃത്തി, മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ അവിശ്വസിച്ച് ഒരു നിമിഷത്തിലെങ്കിലും നിങ്ങളെ അവിശ്വസിച്ച ഒരു ദുഃഖ വ്യക്തിക്കുണ്ട്. മാസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു വർഷത്തിനകം തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ഒരു ദുഷ്ടശക്തിക്കും ഒരു പ്രലോഭനങ്ങൾക്കും ഒരു ദുസ്വാധീനങ്ങൾക്കും നിങ്ങളെ അകറ്റാൻ കഴിയില്ല. കാരണം ദുരിതഗതിയിലും വെല്ലുവിളി ഉണ്ടായ സാഹചര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച രണ്ട് വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തിയും. ഒരു ശക്തിയും വിചാരിച്ചാൽ നിങ്ങളെ പിരിപ്പിക്കാൻ കഴിയില്ല. ആരൊക്കെ സ്നേഹം നടിച്ചും ദേഷ്യം നടിച്ചും വന്നാലും നിങ്ങൾക്ക് നിങ്ങളെ ബോധ്യമുള്ളിടത്തോളം കാലം അവർക്ക് ആർക്കും നിങ്ങളുടെ പ്രണയത്തെ തകർക്കാൻ കഴിയില്ല. അവസാനത്തെ കാർഡ് ലവേഴ്സ്, ഒരുമിച്ച് ഒരേ മനസ്സാൽ ആഴത്തിലുള്ള ഹൃദയബന്ധം, പിരിയാൻ ഒട്ടും ആഗ്രഹിക്കാത്ത, മരണത്തിലും ജീവിതത്തിലും ഇനി ലോകത്ത് എത്രയൊക്കെ മുന്നോട്ട് പോകേണ്ടി വന്നാൽ അവിടെയൊക്കെ ഒരുമിച്ച് ഒരേ ഒരു തീരുമാനത്തിൽ, ആരെയും തോൽപ്പിക്കാനോ ആരെയിൽ നിന്നും വിജയിക്കാനോ അല്ല, ഒരുമിച്ചാകാൻ, ഒരുമിച്ചൊന്ന് പ്രണയിക്കാൻ, ഒരുമിച്ചൊന്ന് ജീവിക്കാൻ, ഒരേ സ്ഥലത്ത് ഒരേ മനസ്സുമായിട്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ, പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും ഒരേ തീരുമാനം, എപ്പോഴും സാന്ത്വനിപ്പിക്കാനും എപ്പോഴും മനസ്സിൽ ദുഃഖം ഇറക്കി വെക്കാനും മനസ്സിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെല്ലാം തുറന്നു പറയാനും ഒരാൾ, ഈശ്വരന് മുൻപിൽ ഈശ്വരനെ ധ്യാനിച്ച് പോസിറ്റീവ് എനർജി നൽകിയ ഒരു വരദാനം പോലെ തട്ടിയെടുത്തതല്ല, മനസ്സിനോട് പറഞ്ഞതാണ് നിങ്ങളാണ് ഒരുമിക്കേണ്ടത്. അങ്ങനെ സ്നേഹത്തിൻ്റേതായ ഒരു തലം അതുണ്ടാകാൻ പോകുന്നു. ഹൃദയം തിരഞ്ഞെടുത്തതാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പരസ്പരം ഹൃദയം തിരഞ്ഞെടുത്തൊരു ബന്ധമാണ്. അത് തകർക്കാൻ ആര് വന്നാലും അത് സാധ്യമല്ലെന്നും അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പ്രണയത്തിൻ്റെ ആ ഉരുക്കുകോട്ട ആർക്ക് തകർക്കാൻ കഴിയില്ലെന്നും നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് ആർക്കും അകറ്റാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പക്ഷെ നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ആകും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. റെസനേറ്റ് ആയില്ലെങ്കിൽ വിട്ടുകളയുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.